ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അടൂർ പ്രകാശിനെ SIT ചോദ്യം ചെയ്യാനൊരുക്കുന്നതിനിടെ രാഷ്ട്രീയ ആരോപണങ്ങൾ കടുപ്പിച്ച UDF LDF നേതാക്കൾ. പ്രത്യേക അന്വേഷണ സംഘം സർക്കാരിന്റെ സമ്മർദ്ദത്തിലാണെന്ന് സമർത്ഥിക്കുന്ന തരത്തിലായിരുന്നു UDF നേതാക്കളുടെ പ്രതികരണം. SIT ഹാജരാക്കാൻ ആവശ്യപ്പെട്ടെന്ന വാർത്തയ്ക്ക് പിന്നിൽ P. ശശിയാണെന്ന് അടൂർ പ്രകാശ് ആരോപിച്ചു. എന്നാൽ SIT തടയാനാണ് കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കുന്നതെന്നായിരുന്നു CPIM-ന്റെ വാദം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അന്വേഷണം UDF നേതാക്കളിലേക്കും നീളുമെന്ന സൂചന വന്നതോടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ തന്നെ കടന്നാക്രമിക്കുകയായിരുന്നു UDF നേതാക്കൾ. ചോദ്യം ചെയ്യാൻ തന്നെ SIT വിളിപ്പിച്ചെന്ന വാർത്തയ്ക്ക് പിന്നിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിയാണെന്നായിരുന്നു UDF കൺവീനർ അടൂർ പ്രകാശിന്റെ ആരോപണം. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി ആണെന്ന് എനിക്ക് തോന്നുന്നു ശശി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പുതിയ ഒരു പണിയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ചോദ്യം ചെയ്യൽ വാർത്ത രാഷ്ട്രീയ പ്രേരിതമെന്ന് വാദിച്ച നേതാക്കൾ SITയെ തള്ളി രംഗത്തെത്തി. ഇപ്പോഴും വിശ്വാസം ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവരുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദമുണ്ട്. അവർ കോടതി നിയമിച്ച ആളുകളാണ്. അവരെ സത്യസന്ധമായി അവരുടെ ജോലി ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സമ്മതിക്കുന്നില്ല. SIT മേൽ ശക്തമായ സമ്മർദ്ദമുള്ള തെളിവാണ് ഈ അന്വേഷണ രീതികൾ. അതില്ലെങ്കിൽ ഇത്രയും അതിൽ പ്രഗത്ഭരായ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇത്രയൊന്നും ദിവസം എടുക്കേണ്ട കാര്യമില്ല. ഇതിനു മുമ്പ് തന്നെ നെല്ലും പതിനും പൂർണ്ണമായിട്ടും തിരിച്ചറിയാമായിരുന്നു. അവരിങ്ങനെ ഓരോ ദിവസവും ഡിലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. SITയെ തടയാനാണ് കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കുന്നതെന്നാണ് CPIM-ന്റെ വാദം. ഇത് യഥാർത്ഥത്തിൽ സംഭവം അവരിലേക്ക് മെല്ലെ മെല്ലെ വരുന്നു എന്ന് കാണുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സ്വർണ്ണ കടത്ത് അല്ലെങ്കിൽ കൊള്ള ഫലപ്രദമായിട്ട് അന്വേഷിക്കുന്നതിൽ നിന്ന് അവരെ തടയാൻ ബോധപൂർവമുള്ളൊരിടപാട്. ആ ഇടപെടലിനെ കേരളം അംഗീകരിക്കില്ല. സ്വന്തക്കാരെ വിളിക്കുമ്പോൾ എന്തിനാണ് കോൺഗ്രസ് നേതാക്കൾക്ക് പരിഭ്രാന്തിയെന്ന് മന്ത്രി MP രാജേഷ് ചോദിച്ചു. അന്വേഷണത്തിന്റെ പോക്കിൽ ഭയമുണ്ടെങ്കിൽ പാരഡി ഗാനം ഒരുമിച്ച് പാടിയാൽ മതിയെന്നും മന്ത്രിയുടെ പരിഹാസം. തങ്ങളിലേക്ക് എത്തുമ്പോൾ തങ്ങളുടെ ആരെങ്കിലും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോഴേക്കും എന്തിനാണ് ഈ പരിഭ്രാന്തി? UDF കൺവീനറെ ചോദ്യം ചെയ്യുമ്പോൾ SITയെ തന്നെ തള്ളിപ്പറയുന്നത്. ഇപ്പോൾ പ്രതിപക്ഷത്തിന് ഇപ്പം അന്വേഷണത്തിൻ്റെ പോക്കിൽ ഭയമുണ്ടെങ്കിൽ ആ പാരഡി ഗാനം ഒന്ന് അന്ന് പാടിയതുപോലെ ഒരുമിച്ചിരുന്ന് കൂട്ടമായിട്ട് പാടിയാൽ മതി. ഇതിനിടെ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ വീണ്ടും മൊഴിയെടുക്കാൻ ഇന്നോ നാളെയോ വിളിപ്പിക്കുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.